നിങ്ങൾ യൂറോപ്പിലോട്ട് ജോലി അന്വേഷിക്കുന്നവരാണോ? എന്നാൽ സ്കാമിപ്പെടാതിരിക്കട്ടെ ഏജൻസിയുടെ. നമ്മുടെ നാട്ടിലൊരു ചെറുപ്പക്കാരന് സംഭവിച്ചത് നിങ്ങൾ കാണണ്ടേ? അതേപോലെ അതെങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്നും പറയുന്നുണ്ട്. ഫുൾ വീഡിയോ കണ്ടു നോക്കൂ. ഓക്കെ, നിങ്ങൾക്ക് ആർക്കും ഈ സിറ്റുവേഷൻ വരാതിരിക്കട്ടെ. ഈ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ എനിക്ക് മെസ്സേജ് അയച്ചു. അവന് ഒരു ജോബ് ഓഫർ വന്നു ഹംഗറിയിലോട്ട്, അതിൻ്റെ ഏജൻസി വഴി. അതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ VFXൽ സമർപ്പിക്കുന്നത് എഗ്രിമെൻറ്റ്, അതുപോലെ വർക്ക് പെർമിറ്റ്, അതേപോലെ ഇവിടുത്തെ അക്കോമഡേഷൻ ഡീറ്റെയിൽസ്, അതേപോലെ പവർ ഓഫ് അറ്റോർണി പോലുള്ള ഡീറ്റെയിൽസ് ആണ്. അത് ഒറിജിനൽ സാധനം പോലെ ടെംപ്ലേറ്റ് വെച്ച് ക്രിയേറ്റ് ചെയ്തൊരു ഏജൻസി അവന് കൊടുത്തു. അതെനിക്ക് അയച്ചു തന്നു. അത് ഫേക്കാണ്, ഒറിജിനൽ ആണ്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്ത ഞാൻ ഇവിടെ ഒരാളെ കാണിച്ചപ്പോൾ അത് ഫേക്കായിരുന്നു എന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് എങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ ഇത് മാക്സിമം ആൾക്കാരിൽ എത്തിക്കുക, ജോലി അന്വേഷിക്കുന്നവരെയൊക്കെ എത്തിക്കുക. കാരണം വെച്ചാൽ അവർക്ക് ഇത് ഉപകാരപ്പെടും. കാരണം ഇങ്ങനൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇങ്ങനൊരു ചതിയിൽ ചെന്ന് പെടാതിരിക്കട്ടെ, ഫ്രോഡിൽ ചെന്ന് പെടാതിരിക്കട്ടെ. പൈസ നഷ്ടപ്പെട്ടു, ഈ ചെറുപ്പക്കാരനെ പൈസ നഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ഈ ഇതുപോലൊരു പ്രൂഫ് വന്നു കഴിഞ്ഞാൽ ഈ പ്രൂഫിനകത്ത് നിങ്ങൾക്ക് 5 അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കമ്പനിയുടെ ഒരു ഒഫീഷ്യൽ സീലോ, ഒഫീഷ്യൽ അല്ലെ റെഫറൽ കോഡോ അല്ലെ ബാർ കോഡോ കാണും. അതുണ്ടോ നോക്കുക. ഈ ഡോക്യുമെൻറ്റ്സ് അത് അതില്ലായിരുന്നു. അതേപോലെ കമ്പനിയുടെ ഏത് കമ്പനിയല്ല, യൂറോപ്യൻ കമ്പനിയുടെ ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് അവർ ഒഫീഷ്യൽ സൈറ്റായി അവരുടെ രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കാണും. അത് ചെക്ക് ചെയ്യാൻ അവരുടെ ടാക്സ് ID, അതേപോലെ അവരുടെ അഡ്രസ്സ്, അവരുടെ ഫോൺ നമ്പർ, ഇമെയിൽ ID കിട്ടും. ഇത് ചെക്ക് ചെയ്യുക. ഇതിനകത്തൊക്കെയാണ് അവർ കൂടുതലും ഡിഫറൻസ് വരുന്നത്. അപ്പം ഈ നമ്പർ കിട്ടിയാൽ നമുക്ക് അവർക്ക് മെയിൽ അയക്കാനും പറ്റും. അങ്ങനെ അയക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഉപകാരപ്പെടും, അറിയാൻ പറ്റും. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എംബസിയെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഏത് രാജ്യത്തൊന്നോ ആ രാജ്യത്തിൻ്റെ എംബസിയെ കോൺടാക്ട് ചെയ്ത് ഇതുപോലെ റിക്രൂട്ട്മെൻറ്റ് ഉണ്ടോ, ഇങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഈ ചെറുപ്പക്കാരോട് ഞങ്ങൾ പറഞ്ഞു എംബസിയെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എംബസിയെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറയുന്നത് ഈ ഹംഗറിയിലോട്ട് ഇപ്പോൾ ഇന്ത്യൻസിനെ റിക്രൂട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇത് ഫേക്കാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതേപോലെ ഇങ്ങനെ ചെക്ക് ചെയ്യുക. അതേപോലെ നാലാമത്തെ കാര്യം വെച്ചാൽ നമ്മുടെ ഡീറ്റെയിൽസ്, ഇപ്പോൾ നമ്മുടെ പാസ്പോർട്ട് ഇത് ഡീറ്റെയിൽസ്, നമ്മുടെ അഡ്രസ്സ്, ഇതൊക്കെ ചെക്ക് ചെയ്യുക, കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതേപോലെ ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ പൈസ കൊടുക്കുക. അല്ലെങ്കിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പൈസ ആണ് നിങ്ങൾക്ക് ഇവർ ഈ ചെറുപ്പക്കാരൻ നല്ലൊരു എമൗണ്ടാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മാക്സിമം ജോലി അന്വേഷിക്കുന്ന സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. കാരണം ഇത് ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തിന് ഇത് അയച്ചു കൊടുക്കുക. അപ്പം അവർക്ക് ഇത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കട്ടെ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ഞാൻ വരാം.